ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ NMMS യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ NMMS ഒരു ഇയർ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പ്രിപ്പറേഷന് എന്ത് വേണം, അല്ലെങ്കിൽ നമ്മൾ കേരള SCRT എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് മാറ്റ് കൂടി ഉണ്ട് അല്ലേ. നമ്മൾ USSO അല്ലെങ്കിൽ നമ്മൾ CM Kids UP ഒക്കെ എഴുതിയ പോലെയല്ല, നമുക്ക് മാറ്റ് കൂടി വരുന്നുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ മാറ്റിന് കൂടി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യകത അവിടെ ഉണ്ട്. സോ നമ്മൾ ആ ഒരു കാര്യം കൂടിയാണ് നമ്മൾ നോക്കുന്നത്. സോ ക്ലാസ് 8 സ്റ്റേറ്റ് ബാച്ചിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ SCRTയിൽ ഫോളോ ചെയ്യുന്ന ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂളിൽ വരുന്ന സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന എക്സാമാണ് എന്താ NMMS, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സോ NMMS എങ്ങനെയാണ് നമുക്ക് അടുത്ത വർഷത്തെ NMMS നമ്മൾ ക്രാക്ക് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് മുമ്പ് നമുക്ക് എന്താണ് NMMS എന്നുള്ളത് എന്ത് ചെയ്യാം നോക്കാം. നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പാണ് നമ്മുടെ എക്സാമിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലായിരിക്കണം, അതുപോലെ തന്നെ അവരുടെ വാർഷിക വരുമാനം എന്തായിരിക്കണം 3.5 lakhs താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ അക്കാഡമിക് റെക്കോർഡ് എന്ന് പറയുന്നത് 55% അവരെന്ത് ചെയ്യണം, 7th അല്ലെങ്കിൽ അവർ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അവർ പാസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് 55% കൂടുതൽ എന്തായിരിക്കണം, മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ UP സ്കൂളിലാണ് പഠിച്ചതെന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ സ്കൂളിൽ നിന്നുള്ള ഗ്രേഡ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ആ മാർക്ക് ലിസ്റ്റോ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യകത അവിടെ ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് നമുക്കറിയാം അല്ലേ, ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം 12K, അതായത് 12,000 രൂപ ഓരോ വർഷവും, അതായത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും അല്ലെങ്കിൽ +1ലും +2ലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് NMMS സ്കോളർഷിപ്പ് അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 12,000 രൂപ ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 48,000 കിട്ടുന്ന ഒരു എക്സാമാണ് നമുക്ക്. അതിൽ തന്നെ നമ്മൾ എയ്ഡഡോ ഗവൺമെൻറ്റോ സ്കൂളിലായിരിക്കണം നമ്മൾ +1ലും +2ലും പഠിക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, +1ലും +2ലും നിങ്ങൾക്ക് NMMS സ്കോളർഷിപ്പ് അവെയിൽ ചെയ്യുള്ളൂ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, 90 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 90 ക്വസ്റ്റ്യൻസിന് 90 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ തന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ SAT സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്റ്റ്, അതായത് സയൻസ്, മാത്സ്, സോഷ്യൽ, ഇതിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ടോട്ടൽ 3 hours ആണ്. ടോട്ടൽ മാർക്സ് 180 മാർക്സ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. നോർമലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവാറുണ്ട്, പക്ഷേ NMMSൽ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓരോ സിലബസും നമ്മൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. മാറ്റിൽ ഏറ്റവും കൂടുതൽ മാറ്റിൻ്റെ സിലബസ് നോക്കുന്ന സമയത്ത് മാറ്റ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യമല്ല, നമ്മൾ സ്വയമേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് മാറ്റ് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. സോ അതിൽ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സീരീസിലെ ഓരോ സീരീസ് തന്നിട്ട് അതിന് ഇൻ ബിറ്റ്വീനുള്ള നമ്പർ സീരീസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലോജിക്ക് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആൽഫബറ്റുകൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന, ഓഡ് നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഓഡ് വൺ ഔട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വരും, അതിൽ വരും. അതുപോലെ തന്നെ നമുക്ക് സാറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാറ്റിൽ സയൻസ് ഉണ്ട്. സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൽ നിന്ന് ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നമുക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് 35 ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും വരുന്നത് അല്ലേ. അപ്പം അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് ഒക്കെ എന്തുണ്ടാവും, അതിൽ നമ്മുടെ സിലബസിലുള്ള പോലെ തന്നെ നമുക്കുണ്ടാവും. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ടൈം ലൈനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നമ്മൾ 1 year കൊണ്ട് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്, നിങ്ങൾ അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് നിങ്ങൾ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. സോ നിങ്ങൾ എപ്പോഴാണ് ഒരു ജൂണിൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ NMMS കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജൂണിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതിൽ ജൂണിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്തരത്തിൽ വരുന്ന ടോപ്പിക്സ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ടൈമിൽ 7ാം ക്ലാസ്സിലെ സബ്ജക്റ്റ് ആയിരിക്കണം ജൂണിൽ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മന്ത് 4 to 5 അല്ലെങ്കിൽ 1 to 3 months നിങ്ങൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യേണ്ട ജൂണിലാണെങ്കിലും നിങ്ങൾ ആ ജൂണിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസ് 7 ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മന്ത് 4 to 5 നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ മാറ്റ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മാറ്റിന് ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ XNY തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ കോൺസെപ്റ്റുകളും നമ്മൾ ബേസ് ചെയ്തിട്ട് ഷാക്കിർ സാറിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ആ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങും. ഓക്കെ, മന്ത് 4 to 5 ആണ് പറഞ്ഞിട്ടുള്ളത്. മന്ത് 6 എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഡെഡിക്കേറ്റ് ടൈം ടു സോൾവിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. PYQ ചെയ്യാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഏത് മന്ത് 6 എന്ന് പറയുന്നത്. ഇനി എക്സാമിൻ്റെ തൊട്ട് മുന്നേ, അതായത് എക്സാമിൻ്റെ ഒരു മന്ത് 6 എന്ന് പറയുന്നത് നമ്മളിത് ഒരു 6 മാസം എടുത്തു അല്ലേ. ഇനി 6 മാസം മുതൽ നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് അതേപോലെ തന്നെ പഠിക്കും വേണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ മാറ്റ് കൂടി എന്ത് ചെയ്യണം, 6 to 12 മന്ത്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം. ഇനി എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എക്സാമിനോട് അനുബന്ധിച്ചുള്ള ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു വീക്ക് മൊത്തം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് റിവിഷൻ, ഫൈനൽ റിവിഷൻ റൗണ്ടുകളും ചെയ്യാനുള്ള ടൈമാണ് ആ ടൈം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ വീക്ക് ഏരിയാസ്, നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ മോക്ക് ടെസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഓൾ കേരള നമ്മൾ ഈ വർഷം നടത്തിയിരുന്നു. നെക്സ്റ്റ് ഇയറിലും എന്തുണ്ടാവും, നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് ഈ ഒരു തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ കീ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കീ സക്സസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം, നമ്മൾ 4ാമത്തെ മാസം മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി മാത്ത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. അപ്പം ഡെയിലി നമ്മൾ ഒരു പ്രോബ്ലംസ് വെച്ച് അല്ലെങ്കിൽ ഒരു 1 to 10 പ്രോബ്ലംസ് വെച്ചിട്ട് നമ്മൾ ഡെയിലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്മൾ ട്രൈ ഔട്ട് ചെയ്യണം. അതിൻ്റെ ആ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസം കൂടുമ്പോഴും കൂട്ടി കൊണ്ടുവരണം. കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓരോ ദിവസം കൂടുമ്പോഴും നമുക്ക് കൂട്ടാൻ ശ്രമിക്കണം. ഇനി SCRTയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ നമ്മൾ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് SCRT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അത് ക്ലാസ് 7ലെയും ക്ലാസ് 8ലെയും ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ പഠിച്ചുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് 90 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ 90 മിനിറ്റ്സ് ആണ് കിട്ടുള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യണം. അപ്പം ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ഡിസിപ്ലിനിലേക്ക് എത്തേണ്ട ഒരു ടൈം കൂടിയാണ് ആ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് 5 months അല്ലെങ്കിൽ ലാസ്റ്റ് 4 months എന്നൊക്കെ പറയുന്നത്. സോ ആ ലാസ്റ്റ് 4 monthsൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, 1 year കൊണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 year വേണ്ട, ഒരു 8 monthsനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പം നമ്മൾ ഡിസംബറിലാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സാം വരുന്നത് ഡിസംബറിലാണ്. നമ്മൾ ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് 6 മാസമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് 6 മാസം കിട്ടുള്ളൂ. 6 മാസമല്ല, നമ്മൾ ജൂണിൽ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസം കിട്ടും. 6 മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്യേണ്ട ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട, നമ്മളെ NMMSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് ഒക്ടോബർ ടു നവംബറിലാണ് നമ്മൾ അപ്ലിക്കേഷൻ വിളിക്കുക. അതുപോലെ തന്നെ ഒക്ടോബർ 2026 നവംബർ 2026 ഇടയിലായിരിക്കും നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഹാർഡ് കോപ്പി ഡോക്യുമെൻറ്റ്സ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം നമുക്ക് നവംബറിലായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാറുള്ളത്. ഇനി നമുക്ക് അഡ്മിറ്റ് കാർഡ്സ് വരുന്ന ടൈം എന്ന് പറയുന്നത് ഡിസംബറിലാണ്. നമ്മൾ എക്സാം ഡിസംബറിലാണ്. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നോർമലി ഡിസംബറിലാണ് വരാറുള്ളത്. സംടൈംസ് ജനുവരിയിലേക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡേറ്റ് മാറുന്ന ഇതിനനുസരിച്ച് മാറും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഡിസംബർ ആയിരിക്കും, നമുക്ക് ഒരു 6 മാസമായിരിക്കും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടാവും. ഇനി റിസൾട്ടും മെറിറ്റ് അല്ലെങ്കിൽ നമ്മൾ റിസൾട്ട് പബ്ലിക്കേഷൻ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കാണാൻ പറ്റുക മാർച്ച് ഓർ ഏപ്രിൽ, ഈ ഒരു ടൈമിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പം മോസ്റ്റ് പ്രോബബ്ലി അതും ഏപ്രിലാണ് എന്ത് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി എസെൻഷ്യൽ ആയിട്ടുള്ള നിങ്ങൾക്ക് സ്റ്റഡി റിസോഴ്സുകൾ എവിടെ നിന്നൊക്കെ കിട്ടാം. നിങ്ങൾക്ക് സ്റ്റഡി റിസോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, സാറ്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കാണ്. സോ SCRT ക്ലാസ് 7ലെയും ക്ലാസ് 8ലെയും ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ
മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ സീനിയേഴ്സിനോടൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ ചേട്ടന്മാരോട് ചേച്ചിമാരോടൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിച്ച് കളക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നമ്മൾ കൈറ്റ് വിക്ടേഴ്സിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, വീഡിയോസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് NMMS വേണ്ടിയുള്ള സ്റ്റഡി ഗൈഡ്സുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തൊന്നും എന്തുണ്ടാവും, ഗൈഡ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഗൈഡ്സിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിനെയാണ്. ഓക്കെ, ഇനി സ്കൂളിലെ ഗൈഡൻസ്, നമ്മൾ ഓരോ സ്കൂളുകളിലും എന്തുണ്ടാവും, ഒരു കോറായിട്ട് പഠിപ്പിക്കുന്ന ഒരു ബാച്ചസ് ഉണ്ടാവും അല്ലേ. ആ ബാച്ചസിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ബാച്ചസിൽ നല്ല രീതിയിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ ഡേയും ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. ഇതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ എസെൻഷ്യൽ സ്റ്റഡി റിസോഴ്സസ് ഇതൊക്കെയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ NMMS എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊക്കെ ഒന്നും വിചാരിക്കണ്ട. പക്ഷെ മാർക്കുണ്ട്, നമുക്ക് 180 ഒരു 140 അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടിയാലാണ് നമുക്ക് നോർമലി കിട്ടാറുള്ളത് അല്ലേ. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിനനുസരിച്ചും കട്ട് ഓഫ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടെ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താ, NMMS എന്ന് പറയുന്നത്. NMMS ക്വാളിഫൈ ചെയ്യാന്നുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രാവർത്തികമാക്കാനും വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. നമ്മൾ ഒരു കാര്യം കേട്ടാൽ മാത്രം പോരല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ട്രൈയും ചെയ്ത് നോക്കണം. അപ്പോൾ മാക്സിമം 1-2 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ട് ഫേസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ ആ ഒരു ഡിഫിക്കൽട്ടിയൊക്കെ പോയി നിങ്ങൾക്ക് ഒരു ഈസിയർ ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റിൻ്റെയും ഈ ഒരു രീതിയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് NMMS മാത്രമല്ല, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ് പോലെയുള്ള എക്സാംസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്താൻ പറ്റും. അത് നമ്മൾ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പം അതിനൊക്കെ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് താങ്ക് യു.